നമസ്കാരം. സമൂഹത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിട്ടുള്ള പല വ്യക്തിത്വങ്ങളെയും അവരുടെ നേട്ടങ്ങളെയും കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ വിശക്കുന്നവന് താങ്ങും തണലുമായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒരു അപൂർവ വ്യക്തിത്വത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ശ്രീമതി ആയിഷ ഖാൻ. ഒരുപാട് പേർക്ക് സുപരിചിതയായിരിക്കും. എന്നാൽ ആയിഷ ഖാനിനെയും ഫുഡ് ATM അറിയാൻ എനിക്കൊരു അവസരം ലഭിച്ചപ്പോൾ ഞാൻ കരുതിയത് നിങ്ങളോടൊപ്പം പങ്കുവെക്കാമെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഫുഡ് ATM ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? വരൂ, നമുക്ക് ഒന്നിച്ചു പോകാം. ഫുഡ് ATM വീഡിയോസ് കണ്ട നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ തോന്നിയൊരു ആഗ്രഹമാണ് മാമിനെ മീറ്റ് ചെയ്യണം. അതിനൊരു അവസരം ഉണ്ടാക്കണേ ഈശ്വരാന്ന് പലവട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നത് സാധ്യമായിരിക്കുകയാണ്. ആദ്യമേ തന്നെ അതിനൊരു സ്പേസ് ഉണ്ടാക്കി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു, ഈശ്വരനും നന്ദി പറയുന്നു. കാരണം എനിക്കറിയാം, ഇപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ വിറ്റ്നസ് ചെയ്തൊരു കാര്യമാണ്. ഒരു സെക്കൻഡ് പോലും മാം ഇരിക്കണില്ല, ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. പല പല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, പറയാനുണ്ട്, എടുക്കാനുണ്ട്, അതിനെ സജ്ജീകരിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഇച്ചിരി സമയം തന്നതിന് നിറഞ്ഞ നന്ദി. ഇത് എനിക്ക് ആക്ച്വലി വളരെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്, സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. താങ്ക് യു സോ മച്ച്. നന്ദി നിങ്ങളോട്, നിങ്ങൾ ഇത്ര വഴി വന്നല്ലോ. ആദ്യമേ തന്നെ മാം 50 ഫിൽസ് മുതൽ 3 ദറംസിൽ വിശക്കുന്നവന് വിശക്കുന്നവന് മൃഷ്ടാന ഭോജനം നൽകുന്ന ഫുഡ് ATM 5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു ജേർണിയെ മാം തന്നെ നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു സാരഥിയായി നിന്നുകൊണ്ട് എങ്ങനെയാണ് മാം തന്നെ അതിനെ നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു പാസ്റ്റ്, ഒരു പ്രസൻറ്റ്, ആ ഒരു ജേർണി എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ പറഞ്ഞു ദാറ്റ് നിങ്ങൾ വന്ന് കയറിയിട്ട് നിങ്ങൾ ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കണ്ടു. ഒരു നിമിഷം ഇരിക്കാനോ നിൽക്കാനോ സമയമില്ല. ബിക്കോസ് വാട്ട് വി ആർ അഡ്രസ്സിങ് ഈസ് നോട്ട് ടേസ്റ്റ് ബഡ്സ്, ഇറ്റ് ഈസ് ഹങ്കർ. ആൻഡ് ഹങ്കർ all over the world, it's a global phenomenon, common phenomenon. എല്ലാ ഹ്യൂമൻ ബീങ്ങിനും വിശക്കും. അതിനൊരു ടൈമൊന്നുമില്ല, അതിനൊരു പോക്കറ്റ് സൈസ് ഇല്ല. ദാറ്റ് കാശുകാർക്ക് മാത്രമേ വിശക്കുള്ളൂ, കാശില്ലാത്ത ആൾക്കാർക്ക് വിശക്കില്ല. എല്ലാവർക്കും ദിവസത്തിൽ 2-3 വട്ടം വിശക്കും. അതുകൊണ്ട് 24 മണിക്കൂർ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുക. സോ വി ആർ ഓൺലി അഡ്രസ്സിങ് ഹങ്കർ. സോ ഞാൻ എൻ്റെ ജേർണി തുടങ്ങിയപ്പോൾ ദിസ് വാസ് വെരി ക്ലിയർ ഇൻ മൈ മൈൻഡ് ദാറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം. മേ ബി അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ലോകത്തിലില്ല. സോ വാട്ട്, ഞാൻ അനുഭവിച്ച ഹങ്കറല്ലേ, ഞാൻ അനുഭവിച്ച പോവർട്ടി അല്ലേ, അതിനൊരു സൊല്യൂഷൻ ഞാൻ തന്നെ കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക? വേറെ ആരും ചെയ്യാണ്ടായിരുന്നില്ല. ഞാൻ ഈ പ്രൊജക്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ആർക്കും ഇല്ല. കേൾക്കുന്നവർ എൻ്റെ വെൽവിഷേഴ്സ് വരെ എന്നോട് പറഞ്ഞു, ദാറ്റ് സി നിനക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലിയൊക്കെ, നിനക്കൊരു സ്റ്റേറ്റസൊക്കെ ഉള്ളതാണ്, നീ എന്തിനാ ഇതിനൊക്കെ ഇറങ്ങണേ? വെറുതെ വേണ്ടി നിങ്ങൾക്കൊരു ഫാമിലിയൊക്കെ ഉണ്ട്, യു ഷുഡ് നോട്ട് ഡു ഓൾ ദിസ്. എൻ്റെ ഫ്രണ്ട്സും കലീഗ്സും ഒക്കെ പറഞ്ഞ സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോ നീഡ് ടു ഡു ഓൾ ദിസ്. ഓൾ ദിസ് ഇസ് ടു ബി ഡൺ ഓൺലി ഇൻ റമദാൻ ആൻഡ് ആഫ്റ്റർ റമദാൻ വി ഡോണ്ട് ഡു സച്ച് തിങ്സ്. ഇങ്ങനെയാണ് സിറ്റുവേഷൻ. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ, ബിക്കോസ് നോ ബഡി വാസ് ദെയർ, എനിക്ക് തന്നെ നടന്നേണ്ടി വന്നു. എനിക്ക് തന്നെ ഒരു റോഡ് ഉണ്ടാക്കേണ്ടി വന്നു, അതിൽ നടക്കേണ്ടി വന്നു. ഫോർ ദാറ്റ് ഓഫ് കോഴ്സ് ദർ വാസ് മണി റിക്വയർഡ്. എൻ്റെ ഉള്ള പ്രോപ്പർട്ടി ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയ പ്രോപ്പർട്ടീസ് ഇൻ ഇന്ത്യ, കട, ലാൻഡ്, ഒരു വീട്, അതൊക്കെ വിറ്റു. കാശൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ബിക്കോസ് ഇന്ത്യ നമുക്ക് റിയൽ എസ്റ്റേറ്റ് അപ്രീസിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു 10 lakhs മേടിച്ച സാധനം ഇപ്പോൾ 90 lakhs ഒക്കെ ആയി. അതൊക്കെ എൻ്റെ കാമാകിയ, അതൊക്കെ പോയി വിറ്റിട്ട് കാശ് തിരിച്ചു കൊണ്ടുവന്നു. ആൻഡ് പ്രോജക്റ്റ് തുടങ്ങിയതും അടിപൊളി സക്സസ് ഒന്നും ആയിരുന്നില്ല. ഒരു കൊല്ലം ഞാൻ ഫെയിലായി, ഫുൾ ഇയർ ഞാൻ ഫെയിലായി. ഫെയിലിയർ ടു ദി എക്സ്റ്റെൻഡ് ദാറ്റ് കാശ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം മുക്കി. കുറേ ആൾക്കാർ ഓടിപ്പോയി, എബ്സ്കൗണ്ടിങ്, ബിക്കോസ് അവർക്ക് ഈ പ്രൊജക്റ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. നല്ല നല്ല ബാവർച്ചൊക്കെ ഞാൻ റിക്രൂട്ട് ചെയ്ത്, കുക്സ്. അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഭ്രാന്താണ്, കിച്ചണിൽ ഉണ്ടാക്കിയിട്ട് ലോകത്തിനെ മുഴുവൻ കൺട്രി മുഴുവൻ തീറ്റാൻ പോവാ. ऐसा नहीं होता, कैफेटेरिया होता है, रेस्टोरेंट होता है, ऐसा नहीं होता. ഇതെന്താ ഓൾ ദ ലോവർ ഇൻകം പീപ്പിളിനെ തീറ്റാൻ പറഞ്ഞ ഇസ്കോ പാഗൽ है ऐसा बोल के ഒരു 8-10 ആൾക്കാർ ഓടിപ്പോയി. ആ വിസയുടെയും കാശ് പോയി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവർ. അതൊക്കെ പോയി. പിന്നെ കുറേ കാലം ബിസിനസ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ തുടങ്ങിയ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു 2 കാഫറ്റേരിയാസ് ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ ദുഷ്മൻ, എനിമി. അപ്പോൾ അവർ ആരെയും വരാൻ സമ്മതിക്കില്ല, ലേബേഴ്സിനെ വരാൻ സമ്മതിക്കില്ല. അങ്ങനെ ബിസിനസ്സും ഇല്ല. സോ എവറിത്തിങ് വെൻറ്റ് റോങ്. ഒരു കൊല്ലം ഫെയിലായി. എൻ്റെ കുട്ടികൾ നെക്സ്റ്റ് ഇയർ സ്കൂളിൽ പോയില്ല. ഒരു കൊല്ലം എനിക്ക് ഫീസ് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. എൻ്റെ മോൻ ഇന്ന് അവൻ്റെ എല്ലാ ഫ്രണ്ട്സും ഗ്രാജുവേറ്റ് ആയി. ഞാൻ ജോലി കിട്ടിയപ്പോൾ അവൻ ഇപ്പോഴും കോളേജിൽ. ബിക്കോസ് ഞാൻ കാരണം അവൻ ഒരു കൊല്ലം കോളേജിൽ പോയി.
എൻ്റെ മോൾ സ്കൂളിൽ പോയി, എൻ്റെ മോൾ ക്ലാസ്സിലെ ടോളസ്റ്റ് ആണ്. ബിക്കോസ് ഞാൻ പറയാറുണ്ട് അവൾ എന്നും മിൽക്ക് കുടിക്കണം, ഫുഡ് ടൈമിൽ അതുണ്ട്. അപ്പോൾ അവളുടെ എന്നോട് പറഞ്ഞു ഞാൻ അവരെക്കാളും 1 കൊല്ലം മൂത്തതാണ്. സോ അതൊക്കെ ആ വേദന ഒക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ. ആസ് എ മദർ എൻ്റെ മനസ്സിൽ നല്ലോണം വേദന ഉണ്ട്. പക്ഷെ ഞാനും ഗീവ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഐ ഡിഡ് നോട്ട് ബിലീവ് ഇൻ മൈ ഓൺ ഡ്രീംസ്. സോ ഐ കുഡ് നോട്ട് ഗീവ് അപ്പ്. ആൻഡ് ദ ഹങ്കർ ദാറ്റ് ഐ ലിവ്ഡ് ഐ ഷുഡ് ഫോർഗെറ്റ് ദാറ്റ്. അത് മറന്നിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ഇതിൽ ഞാൻ നടന്നു, ഈ കഷ്ടപ്പെട്ട് എല്ലാം സഹിച്ചിട്ട് ഞാൻ നടന്നു. And that is why today we are meeting. Correct. 5 കൊല്ലം കംപ്ലീറ്റ് ആയി. I think 3ാമത്തെ കൊല്ലം നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടി കഴിഞ്ഞു. 4ാമത്തെ കൊല്ലം നമ്മൾ യുണൈറ്റഡ് നേഷൻസിലായി. ഞാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യുണൈറ്റഡ് നേഷൻസിൽ ഗ്ലോബൽ കോമ്പാക്ട് എത്തി. അങ്ങനെ then there is no looking back. പക്ഷേ the journey was very difficult. ആക്ച്വലി എൻ്റെ 2-3 ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം ഒറ്റയടിക്ക് ഇപ്പോൾ എനിക്ക് കിട്ടി. കാരണം എന്തായിരുന്നു ഇതിനൊരു സ്പാർക്ക് ഇത്രയും വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. മാത്രമല്ല അത് എല്ലാവർക്കും തോന്നിയിട്ടില്ലോ, ഇന്ന് വരെ തോന്നാത്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ സഫർ ചെയ്ത ആൾക്കാർക്ക് തോന്നും. അപ്പോൾ ലിവിങ് ഇൻ ഓൾ കംഫർട്ട് ഷായദ് നമുക്ക് റോഡിൽ പണിട്ടുന്ന ആൾക്കാരെ മനസ്സിലാവില്ല, ആ വെയിലത്ത് പണിയുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവില്ല. ബിക്കോസ് നമ്മൾ ഓൾവേസ് എ സിയിലിരിക്കുന്നു, ഓൾവേസ് നല്ല തിന്നുന്നു, നല്ല ഡ്രസ്സ് ഇടുന്നു, നമുക്ക് അവരെ മനസ്സിലാവില്ല. തീർച്ചയായിട്ടും. പക്ഷേ സഫർ ചെയ്ത ആൾക്കാർക്കും ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോൾ എന്തെങ്കിലും അതിൽ നിന്ന് ഉണ്ടാക്കി നമ്മളൊന്ന് പെട്ടെന്ന് ഇതാവണം എന്നല്ലേ സാധാരണ ചിന്തിക്കുക. പക്ഷേ അവിടെയും ആയിഷ ഖാൻ എന്ന വ്യക്തി വളരെയധികം വേറിട്ട് നിൽക്കുന്നു. ഫുഡ് ATM അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഈ 50 പൈസ തൊട്ട് 3 തരം എനിക്കൊരു സപ്പോസ് ഒരു 1000 ഇന്റർവ്യൂസ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 999 ഇന്റർവ്യൂസ് have asked me how do you do this, how do you do the financial part of it. I think I should now be vocal and ask people to ask me why do you do it. Yes, don't ask me how do you do it. I'm already doing it. So the finance is not an attraction, the reason is the attraction. And why is somebody doing this? ഒരു 5 കൊല്ലം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്താ വില കൂട്ടാത്തത്? ഞാൻ വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് 3 മീൽസ് കോംപ്രമൈസ് ചെയ്ത് 2 മീൽസ് കഴിക്കേണ്ടിയാവും. അതാണ് കാരണം. ദാറ്റ് ഈസ് മോർ അട്രാക്റ്റീവ് ദെൻ ദ ഫൈനാൻസ് ഇറ്റ്സെൽഫ്. ചലഞ്ചസ് ഒരുപാട് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ ഇപ്പം ആയിഷ മാമിൻ്റെ ആ ഒരു ജേർണിയിൽ. ബട്ട് ആൻഡ് ബീങ് ദ ഫസ്റ്റ് ഇൻ ദിസ് ഈ കൈൻഡ് ഓഫ് ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ബീങ് ദ ഫസ്റ്റ്, അത് കേൾക്കാൻ ഭയങ്കര സുഖമുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും അഭിമാനം തോന്നുന്നൊരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു വനിത ആകുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, അപ്പോൾ ഒരു നിർവൃതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നമുക്കും സാധിക്കും എന്നുള്ള സംഭവം ആ ഒരു അത്രയും ഫോക്കസ്ഡ് ആവണമെന്ന് മാത്രം. ആൻഡ് പക്ഷേ ചലഞ്ചസ് ഇപ്പോഴും അത്തരത്തിലുള്ള അതേമാതിരിയുള്ള ചലഞ്ചസ് ഉണ്ടോ, അത് പുതിയ തരം ചലഞ്ചസ് ആണോ നമ്മൾ എല്ലാ ദിവസവും ഫേസ് ചെയ്യുന്നത്? See, you said that you should feel proud. Yes, correct. You are the only person doing. But to be very honest, to you and all your audience, is that നമ്മൾ ഒരു ദിവസം സപ്പോസ് നമുക്കൊരു മെയിൻ്റനൻസ് ഉണ്ടെന്ന് പറയാം, ബൽദിയ മെയിൻ്റനൻസ് മുനിസിപ്പാലിറ്റിക്ക് തരഫ് നമ്മളൊക്കെ ഈ ഡോർ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ വി ആർ ലൊക്കേറ്റഡ് ഓൺലി ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ്, നമ്മൾ നമ്മുടെ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് പ്രൈഡ് ഐ വിൽ പെയിൻ. ബിക്കോസ് അവർക്ക് പോകാൻ വേറൊരു ഇടയില്ലല്ലോ, അതിന് ഞാൻ മാത്രമായില്ലോ. അത് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലുള്ള ഉണ്ടാവുന്നൊരു വേദന അല്ലേ? ആ വേദന ദാറ്റ് ഞാൻ കാരണം എത്രയോ ആൾക്കാർ ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അവർക്ക് പോകാൻ വേറെ ഇടയില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് പ്രൈഡ് ഇറ്റ്സ് എ പെയിൻ ദാറ്റ് ഐ എം ലിവിങ് ആൻഡ് ഐ എം റിക്വസ്റ്റിംഗ് ദ കോർപ്പറേറ്റ്സ്. എന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കില്ല. അലഗ് ബാത്ത് ഞാൻ ഇന്നും പറയുന്നുണ്ട്, ഇന്നും ദ ചലഞ്ചസ് അബൌട്ട് ദ ഫുഡ് കോസ്റ്റ് ഇൻഫ്ലേഷൻ. റോ മെറ്റീരിയൽസ് ഇല്ലാണ്ട് എനിക്ക് എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുക? ആ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് വെറുതെ ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് ഒരു പൊളിറ്റിക്കൽ ടെർബുലൻസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവിടെ കോസ്റ്റ് ഇൻക്രീസ്. ഒട്ടും റിലേഷൻ ഇല്ലാത്ത സിനാരിയോ ഉണ്ടായാലും ഇവിടെ കോസ്റ്റ് ഇൻക്രീസ്. അങ്ങനെ ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ സെയിം അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സോ വെദർ ഇറ്റ് ഇസ് എ ഫ്യൂവൽ, വെദർ ഇറ്റ്സ് എ ഫുഡ് കോസ്റ്റ്, റോ മെറ്റീരിയൽസ്, ദർ ഇസ് ഇൻഫ്ലേഷൻ എവറിവെയർ. ആരെങ്കിലും ഒന്ന് അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളായിട്ട് അത് നിർത്തി, ഐ വിൽ നോട്ട് ഇൻക്രീസ് ദ കോസ്റ്റ്, നമ്മളെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആയില്ലോ. ബസ് ഇതേ ഗ്രീഡ് വിൽ നോട്ട് ഗോ ബിയോണ്ട് us. നമ്മളെ ക്രോസ് ചെയ്ത് ഗ്രീഡ് കയറാൻ പറ്റില്ല. സോ വി ഡ്രീവ് എ ലൈൻ. അങ്ങനെ ഐ റിക്വസ്റ്റ് ദ വേൾഡ്, whether it is the fuel industry, whether it's the garments, whether it's chemicals, glass, wood, draw a line. Be the person. Beyond you, the greed should not go. You become the stop. Beyond me, greed will not go. I am the stop. I will stop greed. मेरे से आगे नहीं. ആ ഒരു സതുദ്ദേശം എല്ലാവരുടെ മനസ്സിലേക്കും കയറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു നിമിഷത്തിൽ. അതുപോലെ തന്നെ ഗ്ലോബൽ കോമ്പാക്റ്റിൽ ഇടം നേടിയൊരു സ്ഥാപനം കൂടിയാണല്ലോ ഫുഡ് ATM. നമ്മൾ എങ്ങനെയാണ് അവിടെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ സെലക്ഷൻ ആയിരുന്നു ആക്ച്വലി
നമ്മൾ ഓണസ്റ്റ്ലി ഞാൻ തുടങ്ങിയ സിറ്റുവേഷൻസ് ആൻഡ് സർക്കംസ്റ്റൻസസിൽ ആരെങ്കിലും അന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഫുൾ ഇയർ ഞാൻ ഫെയിൽ ആയി, അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ വൈ ആർ യു ഡൂയിങ് ഓൾ ദിസ് ഫോർ എ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടു ബിക്കം പാർട്ട് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ടു കം ഓൺ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഐ വുഡ് ഹാവ് ലാഫ്ഡ്. എനിക്ക് നാളെ കാണാൻ പറ്റുമെന്നൊക്കെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. കിതർ ഗിന്നസ് വേൾഡ് റെക്കോർഡ്, കിതർ യുണൈറ്റഡ് നേഷൻ, അതൊന്നും ഒരു പോസിബിലിറ്റി ആയിരുന്നില്ല. അത് അത്രയൊക്കെ നമുക്ക് ആലോചിക്കാൻ കപ്പാസിറ്റി വരെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മുടെ മുമ്പിൽ തന്നെ എത്ര വിഷമവും അത്ര ടമീസും ഒക്കെ ഉണ്ടായിരുന്നു. ഇസ്സെ ആകെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവരും നമ്മളെ സെലക്ട് ചെയ്തു, അവരും നമ്മളെ നമ്മൾ കണ്ടില്ല. സോ അങ്ങനെ നമ്മളെ എന്നെ ആൻഡ് ഇസ് കമ്പനി ഇസ് പ്രോജക്റ്റിന് അവർ ഇലക്ഷൻ ചെയ്തതല്ല, സിലക്ഷൻ ചെയ്തെടുത്തു. അങ്ങനെ നമ്മളെ എടുത്തു. സോ നൗ ആസ് പാർട്ട് ഓഫ് UN, ലൈക്ക് എനി ആൻഡ് എവറി അതർ സിറ്റിസൺ ഓഫ് ദിസ് വേൾഡ്, നമ്മുടെ ടിപ്പിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആർ ടു ദ പീപ്പിൾ, to the planet and to the prosperity of everyone, whether people or planet. That is my responsibility, like any other citizen. പക്ഷേ UN ഡയറക്ടർ ആണ്, അപ്പോൾ ഒരു ടിപ്പിക്കൽ സെറ്റ് ഓഫ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, where I am specifically chosen for labor and civil society. അപ്പോൾ ആ ഡൊമൈനിൽ അൽഹംദുലില്ലാ കണ്ടിന്യൂസ്ലി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 7 ട്രേഡ് ലൈസൻസ് ആയി. പക്ഷേ എല്ലാ ഇമറാത്തിലും എത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇങ്ങനെ സ്ലോലി ചെയ്തുകൊണ്ടിരിക്കും. ലേബർ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാം? ലേബറിന്റെ നമ്മുടെ മോസ്റ്റ് ഓഡിയൻസ്, ഐ ഷുഡ് സേ 95% ഓഡിയൻസ് ഈസ് ദ ലേബർ ഓഡിയൻസ്. അവരാണ് നമ്മുടെ ഫുഡ്, നമ്മുടെ കൺസ്യൂമേഴ്സ് അവരാണ്. സോ വെൻ ദേ ആർ ദ കൺസ്യൂമേഴ്സ്, സോ യാ ഐ ഹാവ് ബീൻ ഡൂയിങ് മൈ regular responsibility towards the labor community of the country, which is mashallah very large, 3.3 million people and above, almost. പക്ഷെ ഞാൻ അവിടെ വരെ ഒന്നും എത്തിയിട്ടില്ല. ഓൺലി a few thousands, 50,000 60,000 ഒക്കെ പറഞ്ഞ മില്യൺസിന്റെ മുമ്പിൽ ഒന്നുമില്ല. സോ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. യാത്രയിലാണല്ലോ, തീർച്ചയായിട്ടും അത് എത്തും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് ഇവിടെ കാല് തൊട്ട നിമിഷം മനസ്സിലായ ഒരു കാര്യമാണ്. അത് അങ്ങനെ തന്നെ ആവട്ടെ, അറിയും ദാറ്റ്സ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഈ ഒരു പിന്നെ പ്രൈസിൻ്റെ കാര്യം പറയും, അതായത് 50 ഫിൽസ് തൊട്ട് 3 ദിർഹംസ് വരെ. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് ഈ മെനു വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂവിൽ അടങ്ങിയിട്ടൊരു സ്ഥാനമാണ്. അത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമായിട്ട് അങ്ങനെ തന്നെ, അതായത് കഴിക്കുന്ന ഒരാളുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം, അദ്ദേഹം ഇതിലൂടെ എല്ലാം കടന്നു പോകണം, ആരോഗ്യം ഉണ്ടാവണം എൻ്റെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക്. ആസ് എ മദർ നിങ്ങൾക്കറിയാം, എനി വുമൻ ഓൺ എർത്ത്, സ്പെഷ്യലി വിമൻ, ബിക്കോസ് നമ്മളെല്ലാവരും കുക്സാണ്, നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഫാമിലിക്ക് വേണ്ടി കുക്ക് ചെയ്യേണ്ടതാണ്. Men also, but I think majority women. നമുക്ക് എല്ലാവർക്കും അറിയാം that for our family what is best. अरे चावल अच्छा, थोड़ा घी डाल दे, थोड़ा प्रोटीन है तो इतनी ഒരു अंडा दे, egg അല്ലെങ്കിൽ ഒരു പീസ് ചിക്കൻ, അങ്ങനെ അത്രയും കുറച്ച് ചിക്കൻ കഴിച്ചാൽ കുറച്ച് സാലഡ് കൂടി കഴിക്കും എന്നൊക്കെ നമ്മൾ പറയും. സോ ഓണസ്റ്റ്ലി വലിയ ഡിഗ്രിയോ പഠിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഐ എം IT എഞ്ചിനീയർ. ബൈ അക്കാഡമിക്സ് എനിക്ക് ഫുഡ് ഇൻഡസ്ട്രി നോളജ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആസ് എ മദർ ഐ ന്യൂ what is good for my children. आज नज़र से देखा लेबर, उन नज़र से मैं आज भी देखती हूँ. इसीलिए ഒരു മീലിൽ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു പുലാവ്, ചിക്കൻ ബിരിയാണി, ഒരു വെള്ളം, ഒരു പാക്കറ്റ് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഇന്ന് ഡേറ്റ്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്, അങ്ങനെ 3 ഐറ്റം 3 ദിർഹമിന് കൊടുക്കും. ബിക്കോസ് അതൊരു കംപ്ലീറ്റ് മീലാണ്. അവർക്കൊരു വെള്ളം മേടിക്കാൻ വേണ്ടി കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വിശക്കുമ്പോൾ ഈ ഒരു ചോക്ലേറ്റ് വിൽ കം ടു. അതെ, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് ഒരു മധുരം വേണം തോന്നിയാൽ അത് അതെ അങ്ങനെയൊക്കെ ഒരു അമ്മയുടെ പോലെ വിജയിച്ച് ഞാൻ ഇറങ്ങി. അത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് മാം, സത്യമായിട്ടും. അതാ ഞാനത് എടുത്ത് ചോദിച്ചത്. സത്യത്തിൽ ആ ന്യൂട്രീഷണൽ ഇത് സാധനം എന്തായിരിക്കും എന്നുള്ളത് അതിൻ്റെ പിറകിൽ ഒരു അമ്മയുടെ മനസ്സ് തന്നെയാണെന്ന് വളരെ വ്യക്തമാണ്. എന്നാലും ബാക്കി ദുനിയ ഭർ മേ എഡ്യൂക്കേറ്റഡ് ക്വാളിഫൈഡ് ഫുഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അവരൊക്കെ കമ്പാരിസണിൽ നാം മേരെക്കോ നോളജ് है, എനിക്ക് എക്സ്പീരിയൻസും ഇല്ല, നോളജും ഇല്ല. പക്ഷെ ഞാനൊരു അമ്മയായിട്ട് നിന്നു, ഇവർക്കൊക്കെ വേണ്ടി ഒരു അമ്മയായിട്ട് നിന്നു. ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ, മനസ്സിലായോ? അതുകൊണ്ടായിരിക്കും നമ്മൾ കൃത്യമായ വഴിയിലൂടെ തന്നെ നടന്നു പോകുന്നതും. അതുപോലെ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് മാം, ഈ ചെറിയ പൈസയ്ക്ക് നമ്മൾ ഇത്രയും വിപുലമായ വളരെ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുഡ് സെക്യൂരിറ്റിയെക്കുറിച്ചും ആൾക്കാർക്ക് ശങ്കയുണ്ടാവും. അതായത് സേഫ്റ്റി ആൻഡ് ഹൈജീൻ, അതായത് നല്ല ഭക്ഷണം മീൻസ് നല്ല പച്ചക്കറികളായിരിക്കും ഇവർ ഉപയോഗിക്കുന്നത്, ഹൈ ക്വാളിറ്റി സാധനങ്ങളായിരിക്കും ഇവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ചെറിയ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്ന സംഭവം. So that's why this is
a logo which is HACCP, Food and Safety and Hygiene Certified Organization. നമ്മൾ 3 വട്ടം തോറ്റു. ഇതിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പയ്യന്മാർക്ക് നോളജ് എക്സ്പീരിയൻസ് ഇല്ല. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, നല്ല ഭക്ഷണം ഉണ്ടാക്കാനും അറിയാം, ലാർജ് ക്വാണ്ടിറ്റി അറിയാം, പക്ഷേ to follow the rules. For that I'm heartily grateful, very sincerely grateful to UAE. The government of UAE is so strict and so disciplined that അവർ നമ്മളെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. They are very proud of us. They are very proud of us that നമ്മളിങ്ങനെ ചെയ്യണം. പക്ഷേ at the same time they are very strict with us. എന്നും നമുക്ക് ഐ തിങ്ക് നമ്മൾ ആസ് എൻ ഓർഗനൈസേഷൻ അത് ഓൺലി ഓർഗനൈസേഷൻ ഹു ഹാവിങ് സോ മെനി ഇൻസ്പെക്ഷൻസ്. അവർ നമ്മുടെ എല്ലാ ഡീറ്റെയിൽ ഓഫ് വർക്ക് വന്നിട്ട് ചെയ്യും. ആൻഡ് ദേ വിൽ നോട്ട് ലെറ്റ് us falter. Whether it is penalties or fines or ചിലപ്പോൾ നമ്മളെ ഷട്ട് ഡൗൺ വരെ ചെയ്യിപ്പിച്ചു. There was a time when നമ്മുടെ പുറത്ത് റഷ് കാരണം നമ്മുടെ ഷട്ടേഴ്സ് പൊട്ടിപ്പോയി. അയണിന്റെ ഷട്ടേഴ്സ് ആണ്. അവർ പറഞ്ഞു ഈ ഷട്ടേഴ്സ് റീപ്ലേസ് ചെയ്യാണ്ട് നമ്മൾ നിങ്ങളെ കുക്ക് ചെയ്യാൻ സമ്മതിക്കും. ജബ് കിച്ചണിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഷട്ടർ അയണിന്റെ ഒന്നും തള്ളും കാരണം അത് പൊട്ടി. ഇത്ര വലിയ വലിയ വെയർ ഹൗസ് ഷട്ടേഴ്സ് ക്രാക്ക് ആയി. അവരത് റീപ്ലേസ് ചെയ്യിപ്പിച്ചു. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദം ബിക്കോസ് എനിക്ക് അറിയാത്ത ഡൊമൈനിൽ കയറിയിട്ട് അവർ എന്നെ സക്സസ്ഫുൾ ആക്കി. അവരെന്നെ ഫോൾട്ടർ ചെയ്യാൻ സമ്മതിച്ചില്ല. അണ്ടർ ഓൾ ദ മീഡിയ പ്രഷർ ദേ വുഡ് ഓൺലി കം ആൻഡ് സേ we want to say that you are not only the cheapest but you are the safest and the best. Wow. Municipality, all the municipality, alhamdulillah, beginning with the municipality of Ajman, they said you are not only the cheapest but you are the safest and the best. അത് അവർ എൻഷുർ ചെയ്തു. മാമിന് തോന്നുന്നുണ്ടോ അത് നമ്മുടെ ഇവിടെ ആയതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമായത് ഈ ഒരു തരത്തിൽ? ടു ബി വെരി ഓണസ്റ്റ്, UAE ഈസ് എ ബ്ലെസ്സിങ് ദാറ്റ് നമ്മളിവിടെ 200 കൺട്രീസിൻ്റെ ആൾക്കാർ മേ ബി മോർ നമ്മൾ എല്ലാവരും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു മെച്യൂരിറ്റി കിട്ടി. ദ സ്പൈസ് ആൻഡ് ഗ്രീസ് ലെവൽസ് ഓഫ് ദി ഫുഡ് ആർ ക്വൈറ്റ് മെച്യൂർ. എല്ലാ നാഷണാലിറ്റീസും കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒരു മെച്യൂരിറ്റി എത്തി. പ്ലസ് ഗവൺമെൻറ് ഈസ് വെരി സ്ട്രിക്റ്റ്. ഫുഡ് ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ്. സോ ആ ഡിസിപ്ലിൻ ലെവലിൽ നമ്മൾ സബ് കോൺഷ്യസ്ലി എത്തിപ്പോയി. ഇനി എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുമ്പോൾ ഈ എന്താ പറയുക ഒരു ഡിസിപ്ലിൻ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഇറ്റ് ബിക്കേം അവർ കൾച്ചർ. ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനോ എൻ്റെ ടീമോ വേറെ കൺട്രിയിൽ പോകുമ്പോൾ വി ആർ ലുക്കിംഗ് ഫോർ ഓൾ ദ സ്റ്റാൻഡേർഡ്സ്. മോർ ദൻ ലുക്കിംഗ് ഫോർ എ ഹ്യൂജ് ബിസിനസ് വി ആർ ലുക്കിംഗ് ഫോർ ദ സ്റ്റാൻഡേർഡ്സ് അറ്റ് ദ സെയിം ടൈം കീപ്പിംഗ് ദ കോസ്റ്റ് വെരി ലോ. അപ്പോൾ നമ്മൾ വലിയ ഡിസിപ്ലിൻ മൈൻഡായി അങ്ങനെയായിട്ട്. അങ്ങനെ UAE ഒരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് മൈ നേറ്റീവ് ഈസ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് എങ്ങനെയും എൻ്റെ ഹാർട്ട് ഫെൽ ട്രിബ്യൂട്ട് അത് ഞാൻ പേ ചെയ്യും ഇൻഷാല്ലാ. India has to be there. Correct. Our country has to be there. And I wholeheartedly believe that food security and world hunger ne ividna defeat cheyan India ki patti because of the production. Because our country is so rich, so blessed with natural resources that our country can feed the world. അപ്പോൾ ഒരു ദിവസം ഇൻഷാല്ലാ ഇത് സത്യവും ഇന്ത്യ ഫീഡ്. സത്യമായി ബാങ്ക് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നതിനിടയ്ക്ക് മാം പറഞ്ഞു നമ്മൾക്ക് വാസ്റ്റായിട്ട് ഇപ്പം മറ്റ് പല രാജ്യത്തും നമുക്ക് തുടങ്ങാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു വിഷൻ മാമിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സത്യത്തിൽ. അപ്പോൾ ആക്ച്വലി അതിനെ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ മനസ്സിലിപ്പോൾ തന്നെ? അതായത് നമ്മൾ വിശക്കുന്നവർ ഒരിക്കലും ഒരിടത്തും ഒരാൾ വിശന്നിരിക്കാൻ പാടില്ല എന്ന് ആയിഷ മാമിന് നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. ബിക്കോസ് ഞാൻ കണ്ട വിശപ്പ്, ഞാൻ കണ്ട സഫറിങ്സ് ആൾക്കാർ കാണുന്നുണ്ട്. കുട്ടികളും യങ്സ്റ്റേഴ്സ്, വിമൻ, അവർ ഞാൻ ജീവിച്ച ദുഃഖം വിഷമങ്ങളിൽ ജീവിക്കാൻ പാടില്ല. ഇഫ് ദർ ഈസ് എ വേ ദെൻ വൈ നോട്ട്? ഓക്കെ. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ ഓർ ആസ് എൻ ഓർഗനൈസേഷൻ, എ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ, നമുക്ക് പറ്റാത്ത ഹൈറ്റും ഡ്രീംസും ദ സൈസ്, ദി എക്സ്പാൻസ് ഇസ് സോ ബിഗ് that I as an organization cannot reach them. That is the only reason why ഞാൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ കൂടെ ക്ലോസ്ലി വർക്ക് ചെയ്യണം. ദാറ്റ് UN ത്രൂ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് UN is much more affluent when it comes to relationships with governments. അപ്പോൾ ഞാൻ ഓണസ്റ്റ്ലി UN കൂടെ കംപ്ലീറ്റ് സ്ട്രക്ചർ, കംപ്ലീറ്റ് പ്രൊജക്ട് ക്ലോസ്ലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് ബൈ അതർ ഗവൺമെൻറ്റ്സ് ഇൻ അതർ കൺട്രീസ്. നമുക്ക് എത്താൻ എല്ലാ സ്ഥലത്തും പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരോ ഗവൺമെൻറ് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യട്ടെ, ദുനിയാ ഭർ മേ വൈറ്റിൽ ഭക്ഷണം എത്തട്ടെ. തീർച്ചയായിട്ടും ഒരു വിഷൻ സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റട്ടെ എന്ന് ഫുഡ് ATM കഴിയട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു മാം. അതിനോടൊപ്പം തന്നെ ഇപ്പം ഞാൻ കണ്ട മറ്റൊരു സ്ട്രൈക്കിംഗ് സംഭവം നിങ്ങളുടെ ഫുഡ് ഫാം
വളരെ വിപുലമായ ഒരു കൃഷിയിടം കണ്ടുപോയി. അത് എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ട് ഫുഡ് ATM? അവിടെ നമ്മൾ experimental there because this part of the world, as we know, is not an arable land or agricultural land. Correct, this part of the world actually an experimental thing. രണ്ടു കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യാൻ, നമ്മൾ നമ്മുടെ ചീന വെജിറ്റബിൾസ് ഒക്കെ അവിടെ കൊണ്ടുപോകും. ഉള്ളി, ടൊമാറ്റോ ഒക്കെ അതിനെ പോയി നടും. അതിലൊക്കെ നമുക്ക് കുറെ ഗോഡ്സ് ഒക്കെ ഉണ്ട് അവിടെ. അവര് വേസ്റ്റേജ് ഒക്കെ ഡങ്ങൊക്കെ അതിലിട്ടിട്ട് ചെടി ഉണ്ടാവും. സോ ബേസിക്കലി നോ ബഡ്ജറ്റ്. അവിടെ ബഡ്ജറ്റ് അവിടെ ബഡ്ജറ്റ് തന്നെയില്ല. ബഡ്ജറ്റ് അവിടെ ബഡ്ജറ്റ് തന്നെയില്ല. ആ ബഡ്ജറ്റിൽ എനിക്ക് ഓഫ്കോഴ്സ് എൻ്റെ എംപ്ലോയീസിന്റെ സാലറീസ് ഉണ്ട്. അവിടെ ഗവൺമെന്റ് വെള്ളം എടുക്കണം, ഇലക്ട്രിസിറ്റി, അങ്ങനെ വെള്ളം പുളിയാൻ വേണ്ടി എനിക്ക് 3 wells ഉണ്ട് അവിടെ. അപ്പോൾ അത് കോസ്റ്റ് ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് വേറെ ബഡ്ജറ്റ് ഒന്നുമില്ല. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടീച്ച് ദ യങ്ങർ ജനറേഷൻ ആൻഡ് ദ സ്റ്റുഡൻസ് ഈസ് ദാറ്റ് കുട്ടികളെ നോക്കൂ, നമ്മൾ ലാൻഡിന് നേച്ചറിന് കൊടുക്കുന്നത് വേസ്റ്റേജ് ആണ്. നോക്കുക, നേച്ചർ നമുക്ക് എന്താ ആ സടാവുക ടൊമാറ്റോ മെസ്സേ ഒരു 10 ടൊമാറ്റോന്റെ പ്ലാന്റ്സ് ഉണ്ടാവുന്നു. അതിനൊരു അറ്റ്ലീസ്റ്റ് ഒരു 100 ടൊമാറ്റോ ഉണ്ടാവുന്നു. ആൻഡ് ദാറ്റ് ടൊമാറ്റോ ഈസ് ഗോയിങ് ബാക്ക് ടു ദ കിച്ചൺ. സർക്യുലർ ഇക്കണോമി. സൂപ്പർ. യങ്ങർ ജനറേഷനെ അവിടെ ലാസ്റ്റ് ഇയർ 2023 നമ്മൾ 7,000 കുട്ടികളെ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നു. ഫ്രം KG to PG എന്ന് ഞാൻ പറയും. KG കുട്ടികൾ ടു പോസ്റ്റ് ഗ്രാജുവേഷൻ അവരൊക്കെ വരും. അവരൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. അവരൊക്കെ പ്ലാന്റേഷൻ ചെയ്യിപ്പിക്കും. ഈ ക്ലേ പോട്ട്സിൽ നമ്മൾ പെയിന്റിങ് ചെയ്യിപ്പിക്കും. ഫുഡൊക്കെ കൊടുക്കും, ഓർഗാനിക് ഫുഡ് അങ്ങനെ. അപ്പോൾ നമ്മൾ അവരുടെ ഒരു മെസ്സേജ് കൊടുക്കുന്നത് നോക്കാം, നമ്മൾ ഡീക്കേഡ് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു ലാൻഡിൽ. നമ്മൾ നേച്ചറിന് എന്താ കൊടുത്തത്? നമ്മുടെ വേസ്റ്റ്. അത് നോക്കാം, നേച്ചർ നമുക്ക് എന്താ തിരിച്ചു തന്നെ? പുതിയ ചെടികൾ. ഡീക്കേഡ് ടൊമാറ്റോസ് കുറേ ടൊമാറ്റോ ചെടികൾ ഉണ്ടായി. അതിൽ കുറേ ടൊമാറ്റോ ഉണ്ടായി. ആ ടൊമാറ്റോ ഗോ ബാക്ക് ടു ദ കിച്ചൺ. സർക്യുലർ ഇക്കണോമി. സോ വിതൗട്ട് എനി ഫണ്ട്സ്, ഓണസ്റ്റ്ലി ഓൺലി ബൈ യൂസിങ് ദ വേസ്റ്റേജ് ഒരു ഫാം ഉണ്ടാക്കി. ദാറ്റ് ടു ഇൻ ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ് വേർ വി നോ നമ്മുടെ ലാൻഡ് ഈസ് നോട്ട് വെരി അഗ്രിയബിൾ. അത്ഭുതം തോന്നി എനിക്കത് കണ്ടപ്പോൾ. കാരണം സൂപ്പർ ഒരു കൃഷിയിടം. പക്ഷേ ഇറ്റ് ഈസ് വെരി റൊട്ടേഷണൽ ക്രോപ്സ്. പിന്നെ സമ്മർ ആവുമ്പോൾ അത് പോവും. നമ്മുടെ ഇവിടുത്തെ ചൂട് അങ്ങനെയാണ്, ഭയങ്കര ചൂടല്ല. അപ്പോൾ ഡ്രം സ്റ്റിക്സ് നിൽക്കും, ബ്രിഞ്ചോൾ നിൽക്കും, അങ്ങനെ ചില സാധനം നിൽക്കും. ഒരു 4-5 ഐറ്റം നിൽക്കും. പക്ഷെ അത് നമുക്ക് ഇവിടെ ഉപകരിക്കുന്നുണ്ട്. ഓൾദോ ദ ക്വാണ്ടിറ്റി ഈസ് നോട്ട് ആസ് മച്ച് ആസ് വി നീഡ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു തുടക്കം ഉണ്ടായില്ലോ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇവിടെ കണ്ട വേറെ സാധനമാണ്, നിങ്ങൾ ഈ വരുന്ന ഓരോരോ സാധനം കൊണ്ട് ഇതുപോലൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഗിഫ്റ്റ്സ് ഉണ്ടാക്കിയിട്ട് അതും മേടിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അതും നല്ല കുറെ ഐറ്റം. ഇതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ, അതിന് ബൾബ് ഉണ്ടാക്കി. If you see here on the top, these are nothing but wooden pallets. ആ wooden palletsന്റെ മുകളിലാണ് നമ്മുടെ കാർട്ടൺസ് ഒക്കെ വരുന്നത്. When the cartons are downloaded, then ആ പാലറ്റ്സിനെ ഇങ്ങനെ വെട്ടി മുറിച്ച് പീസസ് ഒക്കെ ഉണ്ടാക്കും. അതിൽ കുട്ടികൾ വന്ന് പെയിന്റിങ് ചെയ്യും. ആൻഡ് അതിനെ കീ ഹോൾഡേഴ്സ് ആക്കിയിട്ട് ഇത് കുട്ടികൾ വന്ന് ചെയ്യുന്നതാണോ? സ്റ്റുഡൻസ് ചെയ്യും. And we give it to them. They take it ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ പാലറ്റ്സ് ഒക്കെ എൻ്റെ പയ്യന്മാർ, എൻ്റെ ടീം മെമ്പേഴ്സ് വെട്ടി കൊടുക്കും സ്റ്റുഡൻസിന്. സ്റ്റുഡൻസ് പെയിന്റിങ് ചെയ്യും ആൻഡ് കീ ഹോൾഡേഴ്സ് ഉണ്ടാക്കും. ഇതൊക്കെ and they will take it home. ഈ ചിന്തകളെല്ലാം എവിടെയാണ് ഇരിക്കുന്നത് ഈ മനസ്സിൽ? സത്യം. ഇനി നല്ല തിരക്കുള്ളൊരു സമയമാണെന്ന് പറയാം. ഞാനിപ്പോൾ ഓരോ കാര്യം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു കാര്യം കൂടി ചോദിച്ചു, എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ പലർക്കും അതൊരു ഇൻസ്പിറേഷണൽ വീഡിയോ കൂടെ ആയിരിക്കണം, മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിത്വത്തെ നമുക്ക് എങ്ങനെയാണ് അവരുടെ ഒരു വിഷനാണെങ്കിൽ പോലും ആ ഒരു മിഷനിൽ നമുക്ക് എങ്ങനെ ഭാഗമാകാൻ പറ്റും? See, I would tell all the viewers that നമുക്ക് ആർക്കും ലോകം മുഴുവൻ മാറ്റാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സോ ലെറ്റ് us do what we can. As an individual or as an organization, we cannot change the whole world, but together we can surely do something. അപ്പോൾ as Food ATM നമ്മളൊരു ജേർണി തുടങ്ങി. My request is, ഇവിടെ എന്നും കുറേ ആൾക്കാർ വരും. ദേ വുഡ് സേ, ആയിഷ ഇങ്ങനെ ഇത്തിരി ഒരു 1000 മീൽസ് നീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ. അപ്പോൾ ഞാൻ അവരോട് പറയും, പ്ലീസ്, വി കനോട്ട് ഔട്ട്സോഴ്സ് ഗുഡ് ഡീഡ്സ്. ഡോണ്ട് ഔട്ട്സോഴ്സ് യുവർ ഗുഡ് ഡീഡ്സ്. യു ഡു ഇറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വന്നല്ലോ, അപ്പോൾ ഈ 1000 മീൽസ് നിങ്ങൾ പിടിക്കും, നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട്, നിങ്ങളുടെ കുട്ടികളുടെ കൈകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ആ അജർ പഠിച്ചോ, നിങ്ങൾക്ക് തെറ്റ് കുട്ടികളുടെ ബർത്ത്ഡേ, നിങ്ങളുടെ മാരേജ് ആനിവേഴ്സറി, ഒരു പുതിയ ജോലി കിട്ടി, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, ഒരു പുതിയ പ്രോപ്പർട്ടി മേടിച്ചു, എന്തെങ്കിലും ഒരു ഫുഡ് മേടിക്കുക. എത്രയാ ആൾക്കാർ നിൽക്കുന്നത്, അവർക്ക് കൊടുക്കുക.
അവനവൻ്റെ കൈ കൊണ്ട് കൊടുക്കും. ആക്ച്വലി അങ്ങനെ എല്ലാവർക്കും വന്നാൽ അതിനൊരു സംവിധാനം ഉണ്ട് ഇവിടെ നമുക്ക്, അല്ലേ? അത് തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ഈ വീഡിയോയുടെ കാണുമ്പോൾ ഒന്നുകൂടെ ധാരാളം വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫുഡ് ഐറ്റമിനെ കുറിച്ച്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്കും അതൊരു ഭാഗമാവാൻ പറ്റട്ടെ. എന്തെങ്കിലും കാരണം there will be 1,000 more people eating food. ആ ബ്ലെസ്സിംഗ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഉണ്ടാവും. This is called sadaqah jariyah. That ഈ വീഡിയോ കണ്ടിട്ട് whatever number of people will keep on coming, the blessings will keep on showering on you. തിരിച്ച് ഇനി ഒരു കാര്യം ചോദിക്കാനുള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻ. എങ്ങനെ ഞാൻ അത്ഭുതം പിടിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളിയല്ലെന്ന് പറയുമ്പോൾ ഷോക്കായിപ്പോയി. ഗുജറാത്തിൽ നിന്നുള്ള ഒരു ആളാണ് മലയാളം ഇത്ര ഭംഗിയായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ആൻഡ് ലുക്കിലും അതെ. Well, many people, the Bengali community, Bengal, they feel I am Bengali. Yes, Bengali ആണെന്ന് തോന്നി. സത്യം. ഇത് ഞാൻ ചുമ്മാ ഒരു ഗമയ്ക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചു ചോദിച്ചു. So so beautiful of you to say that. The fact is that Korean languages പഠിച്ചെടുത്തു. Uska only reason was I had to work with those communities. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബംഗാളി കേട്ടിട്ടുണ്ടെങ്കിൽ it is not very typically literature Bengali. Instead it is Bengali from Bangladesh. Because I learned it from our laborers. ഞാൻ ലേബേഴ്സിനോട് വർക്ക് ചെയ്ത് ഐ ടോക്ക് എക്സാക്ട്ലി ലൈക്ക് മൈ ബംഗ്ലാദേശി ലേബേഴ്സ് ബിക്കോസ് ഞാൻ അവിടെ പഠിച്ചേ അങ്ങനെ. then when I was working in RTA municipality അവിടെ ഒക്കെ മല്ലു ക്രൗഡ് രാവിലത്തെ ചായ സെ ലേക്കെ പക്കോड़ा तक सब कुछ പരിപ്പോड़ा सब മലയാളം റിപ്പോർട്ട്സ് മീറ്റിംഗ്സ് അവർ പഠിച്ചു. അങ്ങനെ പഠിച്ചു പോലെ. പക്ഷെ സൂപ്പറായിട്ട് മലയാളം പറഞ്ഞു. അതൊരു സന്തോഷമായിരുന്നു. ആൻഡ് നമുക്കൊരു സൗകര്യം കൂടിയാണ് ഇത്രയും ഭംഗിയായിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ കഴിയുന്നത് നമ്മുടെ ലാംഗ്വേജിൽ തന്നെ. മനസ്സിലായോ? പിന്നെ ഇതൊക്കെ മാറ്റി വെച്ച് 365 ഡേയ്സും ഈ ഫുഡ് ഐറ്റമിനകത്താണ്. ആ ഒരു മിഷനൊക്കെ ചെയ്യാനുള്ളൊരു ഒരു യാത്രയിലാണ് ഈ ഒരു ജന്മം, അല്ലേ? പക്ഷെ എന്നിരുന്നാലും ഞാൻ ചുമ്മാ ചോദിക്കുവാണ്, വേറെ എന്തെങ്കിലും കാര്യത്തിന് എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിനായിട്ട് നമുക്ക് നീക്കി വെക്കാൻ കിട്ടുന്നുണ്ടോ സമയം? എന്തെങ്കിലും പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ എന്തെങ്കിലും? I know it's very strange that there was a time when I was an employee. ഞാൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എംപ്ലോയി. तो ഏതെങ്കിലും സോങ് का धुन स्टार्ट होता है ना, म्यूजिक स्टार्ट होता है, അപ്പോൾ ഞാൻ പറയും this is the song, however old or new or something. Today is a time when गाना स्टार्ट होके खत्म भी हो जाए, അറിയുന്നില്ല. I might ask ये फिल्म आने वाली है कि आ चुकी है, because इनके out of touch आई हुई. The honest truth here is that somehow alhamdulillah rabbil alamin I don't feel the need of a vacation or anything like an entertainment. because എല്ലാം ഇതിലുണ്ട്, അല്ലേ? I'm obsessed because I know ഒരു 5 മിനിറ്റ് ധ്യാൻ ഹട്ടാ ദിയാ तो ആരെങ്കിലും വിശന്നു പോകും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. So I am not in need of anything else now. All I want is to feed them, and maybe through them I am actually feeding myself. Years ago, hungry Ayesha, a very helpless Ayesha's brother, mother. നാട്ടിൽ ആരൊക്കെ ഉണ്ട്? ഗുജറാത്തിൽ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ? Parents ഒക്കെ പോയി long back, they are not there. ബ്രദർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? Brother, he's a younger brother. He has an office in America and he has an office in Gujarat. കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. സാധാരണ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു ആ ഒരു എപ്പോഴും ടെൻഷൻ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫുഡ് ഐറ്റമിനെ കുറിച്ച് പറയുന്ന ഒരു ആയിഷ മാമിനെയാണ് നമ്മളെല്ലാ വീഡിയോയ്ക്കകത്തും കാണുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് പ്രാവശ്യം ചിരിക്കുന്ന വളരെയധികം ഇതായിട്ടുള്ളൊരു ആയിഷ മാമിനെ എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതൊരു ബ്ലെസ്സിങ് എൻ്റെ ഇവിടെ വന്നപ്പോൾ. തീർച്ചയായിട്ടും അതിൻ്റെ നമുക്ക് ഫുഡ് ഡിസ്ട്രിബ്യൂഷനുള്ള സമയമായി നമുക്കിവിടെ. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റമിൻ്റെ ഒരു പ്രത്യേകത. കാരണങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇൻട്രോയിൽ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ പോകുന്നതെന്നുള്ളൊരു കാരണങ്ങൾ ഞാൻ പറയാം. വരൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രോ തുടങ്ങി വെച്ചത്. അപ്പം അതിപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തീർച്ചയായിട്ടും അതിന് ഒത്തിരി കാരണങ്ങളുണ്ടെന്നുള്ളത്. നിങ്ങളിപ്പോൾ വിറ്റ്നസ് ആയി see the rush that ആൾക്കാർ ഫുഡ് മേടിച്ചിട്ട് അടികൂടുന്നു. നമുക്ക് ज़्यादा food दो because we want to distribute. So today is not Ramadan, it is not Eid, it is not any festival, it's just a regular day. പക്ഷേ the giving has gone beyond Ramadan. So it's a giving revolution. This is purely food ATM. And it's a blessing from Almighty that nammal thodani the giving revolution to give beyond Ramadan. It is important because hunger strikes beyond Ramadan. Ramadanil മാത്രമല്ലല്ലോ വിശക്കണേ, after Ramadanum വിശക്കും. അപ്പോൾ നമുക്ക് തിന്നാൻ പറ്റുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. This is so in the അടി ഉണ്ടാവും. Give me more food, I want to distribute.
ഇത് പഠിച്ചോണ്ട് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സത്യം സത്യം. കാണുമ്പോൾ തന്നെ ഒരു ഇത് ഒരുപാട് സന്തോഷം. ആദ്യം പറഞ്ഞ പോലെ തന്നെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഒരു അനുഗ്രഹം തന്നെയാണ്. ആൻഡ് എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഫുഡ് ATM നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും വിശപ്പ് മാറ്റാൻ അതൊരു കാരണം തന്നെയാവട്ടെ. എല്ലാവരും അതിൽ പങ്കുചേരട്ടെ. ലോകം മുഴുവൻ നിറഞ്ഞ് യെസ്. ഇതാണ് ഫുഡ് ATMൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിക്കൊടുത്ത നന്മയും ഇത് തന്നെ. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനമല്ല ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത്. 50 ഫിൽസ് മുതൽ 3 ദറംസിൽ ഏറ്റവും നല്ല ഭക്ഷണം വിളമ്പുന്നു എന്ന് മാത്രമല്ല ഈ ഫുഡ് ATMൻ്റെ പ്രത്യേകത. 365 ദിവസവും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ വിശക്കുന്നവന് അന്നദാനം നൽകുന്നു എന്നതാണ് ഐഷയുടെ ഈ സംരംഭത്തിനെ വേറിട്ട് നിർത്തുന്നതും ദൈവികമാക്കുന്നതും. നിങ്ങളുടെ കയ്യിൽ ഒരു 10 ദറംസ് ഉണ്ടെങ്കിൽ 3 പേർക്ക് മൃഷ്ടാനമായ ഭക്ഷണം ദാനം ചെയ്യാം. ഒരിക്കലെങ്കിലും ഈ നിമിഷത്തിൻ്റെ നിർവൃതി അനുഭവിക്കുക തന്നെ വേണം. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ സ്നേഹപൂർവ്വം ഐഷ മാം ഞങ്ങൾക്കും കുറച്ച് ഭക്ഷണം തന്നുവിടുകയുണ്ടായി. ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, 3 ദറംസിൽ ഇത്ര രുചിയേറിയ ഒരു ഭക്ഷണം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. അതിൻ്റെ ഗുണവും മണവും ആ ഒരു ഫ്രഷ്നെസ്സും പറഞ്ഞറിയിക്കാനാവുന്നതല്ല. സൂപ്പറായിരുന്നു. മാത്രമല്ല ഞാൻ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചവരും അത് തന്നെയാണ് അഭിപ്രായപ്പെട്ടത്, സൂപ്പറായിരുന്നു എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ സന്തോഷങ്ങളിൽ എപ്പോഴും ഫുഡ് ATMനെ ഒരു പങ്കാളിയാക്കുക. കാരണം ഭക്ഷണം ദാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി നമുക്ക് പറഞ്ഞറിയിക്കാനാവുന്നതല്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ഫുഡ് ATMൻ്റെ ഭാഗമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.